എന്നെപ്പോലെ നിങ്ങളും ഒരു ചെമ്മീൻ ആരാധകരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഒരു കിടിലനായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ഡാർക്ക് വെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബയോളജിക്കലി ഇതങ്ങനെ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ആണ്. നമ്മൾ ഈ ചെമ്മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ഒരു കനപ്പ് ടേസ്റ്റ് ഫീൽ ചെയ്യാറില്ലേ? അപ്പൊ ഈ ഒരു സംഭവം കളഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കനപ്പ് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലോട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഒരു ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്തതും കൂട്ടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇതുപോലെ സവാള അരിഞ്ഞത്, തക്കാളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മുടെ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മസാല, കറിവേപ്പില ഇത്രയും നമ്മൾ സെറ്റാക്കി വെക്കണം കേട്ടോ. പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുക. ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇത് വേറൊരു ബൗളിലോട്ട് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മുടെ സവാള അരിഞ്ഞതും കറിവേപ്പിലും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ സവാള ഇതേപോലെ മുരിഞ്ഞു വരുന്ന സമയത്ത് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ട് ഒഴിക്കണം കേട്ടോ. ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഈ ഒരു പേസ്റ്റ് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഒരു മണം വരും ട്ടോ. ആ മണം വരുന്ന സമയത്ത് വേണം നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ മസാല ഐറ്റംസ് ഉണ്ടല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല, ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ ഇതേപോലെ ഇങ്ങനെ കുറുക്കിയെടുക്കണം. അപ്പോൾ ആ ഒരു മസാലയുടെ ടേസ്റ്റും എല്ലാം ഈ ഒരു വെള്ളത്തിൽ പിടിക്കുന്നത് വരെ നമ്മളൊന്നിങ്ങനെ കുറുക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതേപോലെ ചെമ്മീൻ ഇട്ടിട്ട് ഒരു 2 to 3 മിനിറ്റ് നമ്മളിതിങ്ങനെ മൂടി വെക്കണം കേട്ടോ. അതിനുശേഷം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എനിക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഇങ്ങനെ കുറുക്കിയെടുത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചെമ്മീൻ റെസിപ്പി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ഇടാൻ മറക്കല്ലേ.